നമ്മളുടെ ബ്രാൻഡായിട്ടുള്ള ദ ആയുർ എക്സ്ട്രാക്ട്, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റിംഗ് തിങ് ഈസ് ഡോക്ടർ തന്നെയാണ് പ്രോഡക്ട്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ മേക്കിങ്ങിന് നേതൃത്വം കൊടുത്ത് ഒരു പ്രോഡക്റ്റാക്കി മാറ്റി ആൻഡ് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് അത് ഏത് യൂസ് ചെയ്യണം എന്ന് അഡ്വൈസും ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ സിവിയർ കേസിൽ ഇൻറ്റേർണൽ മെഡിക്കേഷൻസും കൺസൾട്ടേഷൻ ത്രൂ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം നിങ്ങളുടെ ഹെയറിലും സ്കിന്നിലും ഫേസിലും ഒക്കെ ഉണ്ടാവും. ചില കസ്റ്റമേഴ്സ് ഡയറക്റ്റ് പ്രോഡക്ട്സ് മാത്രം വാങ്ങിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം സം പേഷ്യൻസ് വിത്ത് ദ കൺസൾട്ടേഷൻ ആണ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ കറക്റ്റ് ഗൈഡ് ചെയ്യാറുണ്ട് അതിൻ്റെ യൂസേജും ഹൗ ലോങ്, എത്ര കാലം നിങ്ങൾ യൂസ് ചെയ്യണം എന്നൊക്കെ. ഇനി ഫേസ് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്, നോട്ട് ദ പോയിന്റ് ബ്രൈറ്റനിങ്, നോട്ട് വൈറ്റനിങ്. ഓക്കെ, വെളുത്തിട്ട് വരാനുള്ള ഒരു പ്രോഡക്ട്സും നമ്മൾ ലോഞ്ച് ചെയ്യുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ കുറേ കാരണങ്ങളും നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേറെ വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ അതിനെപ്പറ്റി കറക്റ്റ് ഗൈഡൻസ് തരാം. ബിക്കോസ് പല പേഷ്യൻസും ഫേസ് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്ത് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് വിത്തൗട്ട് നോയിങ് ദ ഇൻഗ്രീഡിയൻസ് ആൻഡ് ഓൾ യൂസ് ചെയ്ത് ഒരുപാട് പണി കിട്ടിയ പേഷ്യൻസ് നമുക്ക് ഒ പിയിൽ വരാറുണ്ട്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ആയുർവേദിക് ടെക്സ്റ്റിൽ റെഫറൻസ് ത്രൂ ആണ് നമ്മൾ ഓരോ പ്രോഡക്ട്സും ചെയ്തെടുക്കുന്നതും. കുറേ എന്തൊക്കെയോ ഇട്ട് ഉണ്ടാക്കുന്നതല്ല. അതിൻ്റെ റേഷ്യോസും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റേതായിട്ടുള്ള റിസൾട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിൽ ഉണ്ടാവും.